തുടർച്ചയായി കേരള തീരത്തിനടുത്തുണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിന് ഭീഷണിയാകുന്നതായി കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ കൊച്ചി രൂപത. തീരവാസികളിലും തൊഴിലാളികളിലും ആശങ്ക പടർത്തുന്ന ഈ അപകടങ്ങളിൽ ശക്തമായ നിയമ നടപടികളും ആവശ്യമായ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് KLCA കൊച്ചി രൂപതയുടെ നേതൃത്വത്തിൽ തോപ്പുംപടി BOT ജംഗ്ഷനിൽ നടന്ന ശ്രദ്ധ ക്ഷണിക്കൽ സമരം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായി കേരള തീരത്തിനടുത്തുണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ തീരവാസികളിലും മത്സ്യത്തൊഴിലാളികളിലും വലിയ ആശങ്ക പരത്തുകയും അവരുടെ ഉപജീവന മാർഗങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുകയാണെന്ന് കേരള ലാറ്റിൻ കത്തോലിക്ക അസോസിയേഷൻ കൊച്ചി രൂപത. ഈ അപകടങ്ങൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചും അപകടത്തെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ അധികൃതർ പുറത്തുവിടണമെന്നും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിലപാട് സ്വീകരിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് KLCA കൊച്ചി രൂപതയുടെ നേതൃത്വത്തിൽ തോപ്പുംപടി BOT ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കൽ സമരം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഏതൊരു വിഷയത്തിലാണെങ്കിലും നിരന്തരം ഇങ്ങനെ ശ്രദ്ധ ക്ഷണിക്കലും സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്നു. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായപ്പോൾ അതിനെതിരെ ഒരു കപ്പലിന് മാത്രം ഒരു കേസെടുത്ത് അവസാനിപ്പിക്കാമെന്ന് കരുതണ്ട. മറ്റ് കപ്പലിന്റെ വിഷയത്തിൽ കേസുകൾ ഉണ്ടാകണം. എവിടെയൊക്കെ നഷ്ടമുണ്ടായി എന്ന് കൃത്യമായ രേഖകൾ ഉണ്ടാവണം. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക്, ഇരയായവർക്ക് അവരുടെ തൊഴിൽ നഷ്ടം, അവരുടെ ആശങ്ക, അവരുടെ മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇവയൊക്കെ പരിഗണിച്ച് അതിന് കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കുന്നത് വരെ, അത് വാങ്ങുന്നത് വരെ, അത് ഉണ്ടാക്കിയെടുക്കുന്നത് വരെ KLCA ഇതിന്റെ കൂടെ ഉണ്ടാകും. രൂപത പ്രസിഡന്റ് പൈലി ആലുങ്കൽ അധ്യക്ഷത വഹിച്ച സമരത്തിൽ ഡയറക്ടർ ഫാദർ ആന്റണി കുഴിവേലിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി, ജോബ് പുളിക്കൽ, TA ഡാൽഫിൻ, അലക്സാണ്ടർ ഷാജു ആനന്ദശ്ശേരി, സെബാസ്റ്റ്യൻ, ഹെൻസൺ പോത്തമ്പള്ളി, സിന്ധു ജസ്റ്റിസ്, ജെസ്സി കണ്ടനാംപറമ്പിൽ, ജോഷി മുരുക്കുന്തറ, ബെന്നി ജോസഫ്, വിദ്യ ജോജി, വിൻസ് പെരിഞ്ചേരി, ലിനു തോമസ്, വിനോദ്, ജോബി, ജോയ്, ജോസ്മോൻ ഇടപ്പറമ്പിൽ, സൈമൺ നീലുവീട്ടിൽ എന്നിവർ സംസാരിച്ചു. ഇത് ഒരു കപ്പൽ മുക്കിക്കളഞ്ഞ് അതിന്റെ ഇൻഷുറൻസ് തട്ടിയെടുക്കുന്ന ഒരു നീചമായ പ്രവൃത്തിയാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത്. ഇതിനെ സംരക്ഷിക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് കേസുകൾ എല്ലാം എടുത്ത് വ്യക്തമായ രീതിയിൽ ഇതിന്റെ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ കേരളത്തിന്റെ തീരപ്രദേശത്ത് ശക്തിയുള്ള KLCA അതിനെതിരെ ശക്തമായി പോരാടും എന്നുള്ളത് ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. KLCA ഇന്ന് മറ്റ് സംഘടനയേക്കാൾ സംഘടിതമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുവാൻ കഴിവുള്ള ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ്. അതിനേക്കാള് ഈ കേരള തീരത്ത് വസിക്കുന്ന സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗവും അവരുടെ ജീവിത സാഹചര്യങ്ങളും കടലിലെ മത്സ്യസമ്പത്തും നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? എത്ര ലാഘവത്തോടുകൂടിയാണ് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഈ പ്രശ്നത്തെ ആദ്യം നോക്കിക്കണ്ടത്. അവിടെ ദുരന്തമുണ്ടായപ്പോൾ ഉടനെ തന്നെ ഭരണ സംവിധാനങ്ങള് അതിന്റെ നഷ്ടം പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചപ്പോൾ കപ്പൽ കമ്പനിക്കെതിരെ നിലപാടുകൾ എടുക്കുന്നതിലൊന്നും മടുത്തു. കേരള തീരത്തുണ്ടായ അപകടം അപരിഹാര്യമായ നഷ്ടം ഈ തീരത്തിനും ഈ രാജ്യത്തിനും ഉണ്ടാക്കി എന്നുള്ളത് ഈ കേരള സംസ്ഥാനത്തിന് വിലമതിക്കാനാവാത്ത, എണ്ണിയാൽ തീരാത്ത നഷ്ടം ഈ പറയുന്ന MSC കമ്പനിയും ഇന്ന് കണ്ണൂരിൽ അപകടമുണ്ടാക്കിയിരിക്കുന്ന കമ്പനിയും നൽകേണ്ടത് മാരിടൈം നിയമം അനുസരിച്ച് അതൊരു വസ്തുതയാണ്. നമ്മുടെ തീരദേശവാസികൾക്ക് കടലിൽ പോകാൻ പറ്റുന്നില്ല, മത്സ്യബന്ധനം നടക്കുന്നില്ല, അതുപോലെ അവര് വറുതയിലാണ്. സർക്കാർ കൊടുത്തത് 1000 രൂപയും 6 കിലോ അരിയാണ്. ഈ 6 കിലോ അരി 1000 രൂപ കൊണ്ട് എന്താകാനാണ്? നമ്മൾ ഒരു ദിവസത്തെ ചെലവ് നമുക്ക് എന്താണ് വരുന്നത് ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം. കേസ് എടുത്ത് തന്നെ ഈ അച്ഛൻ പറഞ്ഞ പോലെ 18 ദിവസം കഴിഞ്ഞാണ്. അത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ വന്നപ്പോഴാണ് കേസ് എടുത്തത്. കേസ് വേണ്ട, സെറ്റിൽമെന്റ് ആണ് ഉദ്ദേശിച്ചത് സർക്കാർ. ന്യൂസ് ബ്യൂറോ കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്.
KR Opticals near Federal Bank, Palluruthi. Specs World opposite TB Hospital, Karuvelipadi. KR Opticals, Compression Muck, Kumbalangi.